ഈ മരക്കഷ്ണത്തിനപ്പുറം ഒരു ഇരുമ്പ് പൈപ്പ് ഘടിപ്പിച്ച് ഇങ്ങനെ കുത്തി കുത്തി എടുക്കുന്നതാണ് ഉത്തരേന്ത്യയിലെ കുഴൽക്കിണർ നിർമ്മാണ രീതി. കഥ പറയാം. അല്പം ഇരുമ്പ് പൈപ്പുകളും മരക്കഷ്ണങ്ങളും ഒപ്പം മനുഷ്യാധ്വാനവും ചേർന്നാൽ ഒരു കുഴൽക്കിണർ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുമോ? അതെ, ആ കഥയാണ് ഇന്നത്തേത്. 2 കമ്പുകൾ നാട്ടി അതിന് കുറുകെ മറ്റൊരു മരക്കഷ്ണം ക്രമീകരിക്കണം. അതിൻ്റെ അറ്റത്ത് ഒരു ഇരുമ്പ് പൈപ്പ് ചങ്ങലയിൽ ബന്ധിച്ച് ഇത്തിരി ആഴത്തിലൊരു കുഴിയെടുത്ത് അതിലിറക്കി വെക്കണം. ഇതോട് ചേർന്ന് എപ്പോഴും വെള്ളം കെട്ടി നിർത്താൻ സംവിധാനം ഒരുക്കണം. അതിൽ നിശ്ചിത ഇടവേളകളിൽ ചാണകവും കലർത്തണം. മണ്ണ് നിരന്തരം പൊതിർന്നിരിക്കാനും താഴ്ഭാഗത്തെ ചെളി വെള്ളത്തിനൊപ്പം പൈപ്പിലൂടെ പുറത്തേക്കെത്തിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചാണകത്തിന് പിറകിലെ ടെക്നോളജി ഞാൻ വഴിയെ പറയുന്നുണ്ട്. ഇരുമ്പു പൈപ്പുമായി ഘടിപ്പിച്ച മരക്കമ്പ് മുകളിലേക്കും താഴേക്കുമാക്കുന്നതിനനുസരിച്ച് പൈപ്പ് പതിയെ ആഴത്തിലേക്ക് ഇറങ്ങുകയും അവിടുത്തെ ചെളി വെള്ളത്തിനൊപ്പം പൈപ്പിനകത്തുകൂടി മുകളിലേക്ക് വരികയും ചെയ്യും. പൈപ്പ് താഴുന്നതിനനുസരിച്ച് അടുത്ത പൈപ്പ് ഘടിപ്പിക്കും. കൂടുതൽ പൈപ്പുകൾ ഘടിപ്പിക്കുന്നതോടെ ഭാരം വർദ്ധിക്കുകയും ജോലിക്ക് കൂടുതൽ ആളുകളും അധ്വാനവും ആവശ്യമായി വരികയും ചെയ്യും. ഉത്തരേന്ത്യയിൽ തന്നെ താരതമ്യേന മൃദുവായ ഭൂപ്രദേശങ്ങളിലാണ് ഈ രീതി അവലംബിച്ച് കുഴൽക്കിണറുകൾ നിർമ്മിക്കാനാവുക. കേരളത്തിലേതുപോലെ കല്ലും പാറകളും നിറഞ്ഞ പ്രദേശങ്ങളിൽ ഇത് അവലംബിക്കാവുന്നതല്ല. പൂർണ്ണമായും മനുഷ്യാധ്വാനം ആവശ്യമുള്ള ഈ രീതിക്ക് വേറെയും ചില പരിമിതികളുണ്ട്. കൂടുതൽ സമയം ആവശ്യമുണ്ടെന്നതാണ് ഒന്ന്. പരമാവധി 250 അടി വരെ മാത്രമേ കുഴിക്കാനാകൂ എന്നതാണ് മറ്റൊന്ന്. मेरे को 30 साल हो गए ये काम करते हुए। इससे पहले मेरे पिताजी भी करते थे। लगभग 50 साल से हमारा ये काम चल रहा है. കുമാർ സെൻബായി ഈ ജോലിയിൽ 30 വർഷം പിന്നിട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് പാരമ്പര്യമായി സ്വീകരിച്ചതാണ്. മൃദുവായ മണ്ണായതിനാൽ നിർമ്മാണത്തിനിടയിൽ തന്നെ കുഴി ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതില്ലാതിരിക്കാനാണ് വെള്ളത്തിൽ ചാണകം കലർത്തുന്നത് എന്നാണ് കുമാർ പറയുന്നത്. ഇതുവഴി ഓരങ്ങളിലെ മണ്ണിന് ചെറിയ ഉറപ്പു ലഭിക്കുമത്രേ. കുഴൽക്കിണർ നിർമ്മാണ രംഗത്ത് വലിയ പുരോഗതികൾ ലോകത്ത് നിലവിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരം പരമ്പരാഗത രീതികളും അതിലൂടെ ഉപജീവനം കണ്ടെത്തുന്നവരും നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുമുണ്ട്. പക്ഷേ ഈ കാഴ്ചകൾ കാലക്രമേണ അസ്തമിച്ചേക്കും. വീണ്ടും കാണാം.